ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ നിലവിളിക്കുന്നു, ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ മറുപടിയായി നിശബ്ദത മാത്രം ലഭിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവർത്തിക്കുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അഫർമേഷനുകൾ പറയുന്നു, എന്നിട്ടും നിങ്ങളുടെ ജീവിതം പഴയതുപോലെ തന്നെ തുടരുന്നു. അതേ ജോലി, അതേ ബന്ധങ്ങൾ, അതേ ശൂന്യത. പതുക്കെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വേരുറപ്പിക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റാണോ ചെയ്യുന്നത്? എന്റെ ശബ്ദം പര്യാപ്തമല്ലേ? അല്ലെങ്കിൽ പ്രപഞ്ചം എന്നെ തനിച്ചാക്കിയോ? സത്യം ഇതാണ്, പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും കേൾക്കാതിരുന്നിട്ടില്ല ഒരു നിമിഷം പോലും. യഥാർത്ഥത്തിൽ പ്രപഞ്ചം ഓരോ നിമിഷവും നിങ്ങളെ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല. നിങ്ങൾ വാക്കുകളിലൂടെ ഒന്ന് പറയുന്നു, നിങ്ങളുടെ ഊർജത്തിലൂടെ മറ്റൊന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ആത്മാവ് ഭയത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. പ്രപഞ്ചം വാക്കുകളല്ല, കമ്പനങ്ങളുടെ വൈബ്രേഷൻസ് ഭാഷയാണ് മനസ്സിലാക്കുന്നത്. നൂറ്റാണ്ടുകളായി ചുരുക്കം ചിലർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ സംസാരിച്ചാൽ ഉടൻ പ്രപഞ്ചം പ്രതികരിക്കുന്ന ഒരു ഭാഷ. ഇതൊരു മന്ത്രമല്ല, മാന്ത്രിക വാക്കുകളല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ശബ്ദമാണത് ഇതുവരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അത് ഉണർത്തുമ്പോൾ നിങ്ങളുടെ ലോകം എന്നേക്കുമായി മാറും. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ദീർഘശ്വാസം എടുക്കുക. കാരണം ഈ യാത്രയ്ക്ക് ശേഷം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തിയായിരിക്കില്ല നിങ്ങൾ. ആദ്യം മനസ്സിലാക്കുക, പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്നാൽ എന്താണെന്ന്. മിക്കവരും വിചാരിക്കുന്നത് പ്രപഞ്ചം എവിടെയോ ദൂരെയുള്ള ഒരു ദേവനാണെന്നോ, വിധി നടപ്പിലാക്കുന്ന ഒരു ദൈവമാണെന്നോ, അല്ലെങ്കിൽ ഭാഗ്യവാന്മാരെ മാത്രം കേൾക്കുന്ന ഒരു വലിയ മെഷീനാണെന്നോ ആണ്. എന്നാൽ സത്യം ഇതിനേക്കാൾ ആഴമേറിയതും അടുത്തതുമാണ്. പ്രപഞ്ചം ഒരു ബാഹ്യശക്തിയല്ല. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലെ ബോധത്തിന്റെ വികാസമാണ്. കടലും തിരമാലയും എങ്ങനെ വേറിട്ടതല്ലയോ, അതുപോലെ നിങ്ങളും പ്രപഞ്ചവും വേറിട്ടതല്ല. നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാം അറിയുന്ന, എല്ലാം അനുഭവിക്കുന്ന നിങ്ങളുടെ തന്നെ ആഴമേറിയ തലത്തോടാണ്. ശാന്തമായ ഒരു തടാകത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അതിലേക്ക് ഒരു കല്ലെറിയുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നു. കല്ല് ചെറുതായാലും വലുതായാലും തടാകം ഓരോ തവണയും പ്രതികരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരേ സമയം 10 കല്ലുകൾ പല ദിശകളിലേക്ക് എറിഞ്ഞാലോ ഓളങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കും. തടാകത്തിന്റെ ഉപരിതലം അവ്യക്തമാകും. ഇതാണ് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ. നിങ്ങൾ ഒരേ സമയം 1000 ചിന്തകൾ എറിയുന്നു. എനിക്ക് പണം വേണം, എനിക്ക് സ്നേഹം വേണം, എനിക്ക് വിജയം വേണം. പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ട്, സംശയമുണ്ട്, ഭൂതകാലത്തിലെ മുറിവുകളുമുണ്ട്. പ്രപഞ്ചം കേൾക്കുന്നത് നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് ആ അവ്യക്തമായ തടാകത്തിന്റെ ശബ്ദമാണ്. നിങ്ങളുടെ അബോധ മനസ്സിനെ ബോധപൂർവമാക്കുന്നതുവരെ അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ വിധി എന്ന് വിളിക്കുകയും ചെയ്യും. നിങ്ങളുടെ യഥാർത്ഥ ഭാഷ നിങ്ങൾ നാവുകൊണ്ട് സംസാരിക്കുന്നതല്ല. നിങ്ങളുടെ അബോധ മനസ്സ് ഓരോ നിമിഷവും പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഭാഷ. നിങ്ങൾ പറയുന്നു, ഞാൻ തയ്യാറാണ്, പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഭയം കാരണം ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നു, എനിക്ക് സ്നേഹം വേണം, പക്ഷേ നിങ്ങളുടെ ആത്മാവിൽ 10 വർഷം മുമ്പ് ആരോ നൽകിയ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് മാത്രമാണ്. അതായത് നിങ്ങളുടെ ഊർജം പറയുന്നത്. ഉപനിഷത്തുകളിൽ എഴുതിയിട്ടുണ്ട്, യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ. ഉള്ളിലുള്ളതുപോലെ തന്നെയാണ് പുറത്തും. നിങ്ങളുടെ പുറം ലോകം നിങ്ങളുടെ ഉൾലോകത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ അരാജകത്വമാണെങ്കിൽ പുറത്തും അരാജകത്വം കാണും. നിങ്ങളുടെ ഉള്ളിൽ വ്യക്തതയും ശാന്തിയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ പ്രപഞ്ചം അതേ ഭാഷയിൽ മറുപടി നൽകും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം നോക്കില്ല. അത് നിങ്ങളുടെ ആവൃത്തിയെ, ഫ്രീക്വൻസി മാത്രം വായിക്കുന്നു. അത് നിങ്ങളുടെ വികാരങ്ങളുടെ പ്രതിധ്വനിയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു എന്നതല്ല, ചോദ്യം ഏത് അവസ്ഥയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നതാണ്. നിങ്ങൾ ഒരു ആവശ്യക്കാരനെ പോലെയാണോ ചോദിക്കുന്നത്, അതോ പൂർണ്ണതയോടെയാണോ?
ഒരു ഭിക്ഷക്കാരനെ പോലെ ഇരക്കുകയാണോ അതോ ഒരു സ്രഷ്ടാവിനെ പോലെ പ്രഖ്യാപിക്കുകയാണോ? കാരണം നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടതല്ലെന്ന് മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളുടെ ശബ്ദം മാറുന്നു. ശബ്ദം മാറുമ്പോൾ പ്രതികരണവും ഉടൻ മാറുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്റെ ഉള്ളിലെ ഈ പ്രശ്നം ഞാൻ എങ്ങനെ ശരിയാക്കും? എന്റെ യഥാർത്ഥ ശബ്ദം ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഇവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. ഇതൊരു സാങ്കേതിക വിദ്യ മാത്രമല്ലേ, ഇതൊരു പരിവർത്തനമാണ്. മുമ്പ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഇതിനു പിന്നിൽ നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. കാൾ ജുങ് ഇതിനെ ഷാഡോ എന്ന് വിളിച്ചു. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും കാണാത്ത, എന്നാൽ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ചിന്തകളിലും ആഗ്രഹങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ഭാഗം. ചെറുപ്പം മുതലേ ചില കാര്യങ്ങൾ തെറ്റാണെന്നും ചില വികാരങ്ങൾ മോശമാണെന്നും നിങ്ങളെ പഠിപ്പിച്ചു. ദേഷ്യപ്പെടരുത്, കരയരുത്, കൂടുതൽ ആഗ്രഹിക്കരുത്, നിന്നെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു. പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഭാഗങ്ങളെ അടിച്ചമർത്തി. നിങ്ങളുടെ ദേഷ്യത്തെയും ആഗ്രഹങ്ങളെയും ഭയത്തെയുമെല്ലാം നിങ്ങൾ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചു. പക്ഷേ അവ അപ്രത്യക്ഷമായില്ല. അവ അവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ അബോധ മനസ്സിൽ മിണ്ടാതെ നിങ്ങളുടെ വിധി എഴുതുന്നു. നിങ്ങൾ എനിക്ക് വിജയം വേണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷാഡോ പറയും, പക്ഷെ ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ എനിക്ക് സ്നേഹം വേണം എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം മന്ത്രിക്കും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും. ഈ ശബ്ദങ്ങൾ വളരെ മൃദുവായതിനാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ പ്രപഞ്ചം അവ വ്യക്തമായി കേൾക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എന്താണോ അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നു. ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിന്റെ വേരുകൾ വിഷാംശമുള്ള മണ്ണിലാണെങ്കിൽ അതിന് എത്ര സൂര്യപ്രകാശം കിട്ടിയാലും വെള്ളം കുടിച്ചാലും അതിന്റെ ഫലങ്ങൾ ഒരിക്കലും മധുരമുള്ളതാകില്ല. നിങ്ങളുടെ ചിന്തകൾ പുറത്തു കാണുന്ന ഇലകളാണ്, എന്നാൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ താഴെ മറഞ്ഞിരിക്കുന്ന വേരുകളാണ്. നിങ്ങളുടെ വേരുകളിൽ ഭയവും കുറ്റബോധവും അയോഗ്യതയുമാണെങ്കിൽ നിങ്ങൾ എത്ര പോസിറ്റീവ് ചിന്തകൾ ചിന്തിച്ചാലും നിങ്ങളുടെ വേരുകളുടെ സത്യം മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരൂ. എന്നാൽ ഇവിടെ ഒരു അത്ഭുത രഹസ്യമുണ്ട്. നിങ്ങളുടെ വേദന, നിങ്ങളുടെ പോരാട്ടം, നിങ്ങളുടെ ഓരോ പരാജയവും ഇവയൊന്നും നിങ്ങൾക്കെതിരല്ല. ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രപഞ്ചം നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് സന്ദേശങ്ങൾ അയക്കുകയാണ്. ഓരോ തവണയും ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, നോക്കൂ, ഇവിടെ നീ കാണേണ്ട ചിലതുണ്ട്, ഇവിടെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട്. വേദങ്ങളിൽ ഒരു ശ്ലോകമുണ്ട്, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു നിർദ്ദേശമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്. നിങ്ങൾ ഓടിയൊളിക്കുന്ന ആ ഷാഡോയെ നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ അത് കാണുന്നതുവരെ അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് എല്ലാം മാറുന്നത്. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിന്റെ ശക്തി ഇല്ലാതാകുന്നു. നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ ശക്തിയായി മാറുന്നു. നിങ്ങളുടെ അയോഗ്യതാബോധത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലെ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളുടെ ശബ്ദം മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനായല്ല, പൂർണ്ണതയോടെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയല്ല, പ്രഖ്യാപിക്കുകയാണ്. കാരണം നിങ്ങൾ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ പ്രപഞ്ചത്തോട് ഭിക്ഷയാചിക്കുന്ന തകർന്ന മനുഷ്യനല്ല. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഭാഗമായ സകലതും സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ബോധമാണ്. സ്വന്തം ഇരുട്ടിനെ കാണുന്ന വ്യക്തി മറ്റുള്ളവരുടെ ഇരുട്ടിൽ നിന്ന് മുക്തനാകുന്നു. സ്വന്തം ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവൻ പ്രപഞ്ചത്തിന്റെ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നു. കാരണം അപ്പോൾ അവന് ഒളിച്ചുവെച്ച ശബ്ദങ്ങളില്ല. അപ്പോൾ അവന്റെ വാക്കുകളും ഊർജവും ഒന്നായി മാറുന്നു. അത് സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ മറുപടി ഉടനടി ലഭിക്കുന്നു. ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്റെ ഷാഡോയെ ഞാൻ എങ്ങനെ കാണും? എന്റെ ശബ്ദത്തെ എങ്ങനെ ശുദ്ധീകരിക്കും? ഇതിനുള്ള ഉത്തരം ഒരു പുസ്തകത്തിലോ മന്ത്രത്തിലോ അല്ല, ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു അനുഭവത്തിലാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. വാക്കുകൾ അവസാനിക്കുകയും അനുഭവം തുടങ്ങുകയും ചെയ്യുന്ന ഇടത്തേക്ക് നമുക്ക് പോകാം. ഇതൊരു 10 പടികളുള്ള വിദ്യയല്ല, ഇതൊരു യാത്രയാണ്, നിങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്ര.
ഇത് തുടങ്ങാൻ നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല, ഒന്ന് ശാന്തമാകുക മാത്രം മതി. ഇന്ന് രാത്രി നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ, ബഹളങ്ങളില്ലാത്തപ്പോൾ ശാന്തമായി ഇരിക്കുക. ഒരു മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ ഇരുട്ടിലിരിക്കുകയോ ചെയ്യുക. കണ്ണുകൾ അടച്ച് ദീർഘശ്വാസമെടുക്കുക. ശ്വാസം വിടുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചോദിക്കുന്നത്? ഈ ചോദ്യം മറ്റാരോടുമല്ല, നിങ്ങളുടെ ഏറ്റവും ആഴമേറിയ ഭാഗത്തോടാണ് ചോദിക്കേണ്ടത്. കള്ളം പറയാത്ത ആ ഭാഗത്തോട്. ആദ്യ തവണ ഒരുപക്ഷെ മറുപടി കിട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ നിശബ്ദത മാത്രമായിരിക്കാം. എങ്കിലും നിർത്തരുത്. ശ്വസിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. പതുക്കെ ആ നിശബ്ദതയിൽ നിന്ന് ഒരു ശബ്ദം ഉയരും. ഏതെങ്കിലും വികാരം, വാക്ക് അല്ലെങ്കിൽ ഓർമ്മ. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അത് നിങ്ങളോട് പറയും. നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ആരോ പറഞ്ഞ കുട്ടിക്കാലത്തെ ഓർമ്മ പെട്ടെന്ന് വന്നേക്കാം. നിങ്ങൾ അടിച്ചമർത്തിയ വേദന നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അത് വരുമ്പോൾ ഓടി ഒളിക്കരുത്, അതിനെ കാണുക, അനുഭവിക്കുക. എന്നിട്ട് പതുക്കെ സ്നേഹത്തോടെ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, നീ എന്റെ ഭാഗമാണ്, ഇനി നിനക്ക് ഒളിച്ചിരിക്കേണ്ടതില്ല. ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വന്നേക്കാം, ദേഷ്യം വന്നേക്കാം, അല്ലെങ്കിൽ ആശ്വാസം തോന്നാം. എന്തു വന്നാലും അത് വരാൻ അനുവദിക്കുക. കാരണം ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നിങ്ങളുടെ തടാകം നിങ്ങൾ വൃത്തിയാക്കുന്ന നിമിഷമാണിത്. നിങ്ങൾ ഒന്ന് ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് കടക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെടുക്കുക. അതിനെ വാക്കുകളിൽ മാത്രം അല്ല, വികാരമായി അനുഭവിക്കുക. നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ സ്നേഹം എങ്ങനെയിരിക്കും എന്ന് ചിന്തിക്കാതെ സ്നേഹിക്കപ്പെടുന്നത് എങ്ങനെ അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കുക. വിജയമാണ് വേണ്ടതെങ്കിൽ ആ വിജയത്തിനു ശേഷമുള്ള ശാന്തിയും അഭിമാനവും തൃപ്തിയും ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളത് പൂർണ്ണമായും അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു വാചകം പറയുക. പക്ഷേ അത് അപേക്ഷിക്കുന്നതാകരുത്, മറിച്ച് ഒരു പ്രഖ്യാപനമായിരിക്കണം. എനിക്ക് സ്നേഹം വേണം എന്നതിന് പകരം ഞാൻ സ്നേഹമാണ്, സ്നേഹം എന്നിലേക്ക് വരുന്നു എന്ന് പറയുക. എനിക്ക് വിജയം വേണം എന്നതിന് പകരം ഞാൻ എന്റെ വിജയത്തിന്റെ ഉറവിടമാണ് എന്ന് പറയുക. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും ശബ്ദം ഇതിനെ എതിർക്കുന്നുണ്ടോ? സംശയം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക. ആ സംശയത്തെ വീണ്ടും നോക്കുക. ഈ ഭയം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുക. അതിനെയും സ്നേഹത്തോടെ സ്വീകരിക്കുക. ഇതൊരു തവണ ചെയ്യേണ്ട കാര്യമല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഓരോ രാത്രിയും ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുമ്പോൾ ഈ പരിശീലനത്തിലേക്ക് മടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം വൃത്തിയാക്കുന്നുവോ അത്രത്തോളം വ്യക്തമായ സന്ദേശം പ്രപഞ്ചത്തിലേക്കെത്തും. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്റെ വിധി മോശമാണ് എന്ന് പറയുമ്പോൾ ഒന്ന് നിൽക്കുക. എന്നെക്കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ആ വാചകത്തെ പിടികൂടുക. ഉടൻ തന്നെ അത് മാറ്റുക. ഞാൻ എന്റെ പുതിയ കഥ എഴുതുകയാണ്, ഞാൻ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക. തുടക്കത്തിൽ ഇതൊരു കള്ളമായി തോന്നും. പക്ഷേ നിങ്ങളിത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ പതുക്കെ നിങ്ങളുടെ അബോധ മനസ്സ് ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അബോധ മനസ്സ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ആ പുതിയ ആവൃത്തിക്ക് മറുപടി നൽകാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനത്തെയും ശക്തവുമായ കാര്യം, പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ കൃതജ്ഞതയോടെ, ഗ്രാറ്റിറ്റ്യൂഡ് സംസാരിക്കുക. പരാതി പറയുന്നതിനോ ചോദിക്കുന്നതിനോ പകരം നന്ദി പറയുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയുക, പ്രപഞ്ചമേനി എനിക്ക് നൽകിയ എല്ലാത്തിനും നന്ദി. ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഇപ്പോൾ തന്നെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും നന്ദി. ഇതൊരു മര്യാദ മാത്രമല്ല, ഇതൊരു ഊർജമാണ്. കൃതജ്ഞതയുടെ ഊർജമാണ് ഏറ്റവും ഉയർന്ന ആവൃത്തി. നിങ്ങൾ ഈ ആവൃത്തിയിലായിരിക്കുമ്പോൾ അതിനോട് ചേരുന്ന കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ സമൃദ്ധി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. ഓർക്കുക, പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്നാൽ ഉച്ചത്തിൽ നിലവിളിക്കുക എന്നല്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നത്ര ശാന്തമാകുക എന്നാണ്. നിങ്ങളുടെ ഷാഡോയെ കാണുക, ഭയത്തെ അംഗീകരിക്കുക, പുതിയൊരു ശുദ്ധമായ ശബ്ദത്തിൽ സംസാരിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രപഞ്ചം കേൾക്കുക മാത്രമല്ല, ഉടനടി മറുപടി നൽകുകയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടതല്ല, നിങ്ങളും പ്രപഞ്ചവും ഒന്നാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാനമെത്തിയിരിക്കുന്നു.
അല്ലെങ്കിൽ ഇതൊരു പുതിയ തുടക്കമാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇന്ന് നിങ്ങൾ കേട്ടത് വെറും അറിവല്ല, മറിച്ച് നിങ്ങളെ തന്നെ കാണുന്ന ഒരു കണ്ണാടിയാണ്. ഈ സമയമെല്ലാം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ഉണർത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കിയിട്ടില്ല. ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ബഹളങ്ങൾക്കിടയിൽ പെട്ടുപോയതുകൊണ്ട് അതിന്റെ ശബ്ദം കേട്ടില്ല. ഇപ്പോൾ ആ ബഹളം എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ യഥാർത്ഥ ശബ്ദം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി അത് സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭയത്തോടെയോ സംശയത്തോടെയോ അല്ല, മറിച്ച് നിങ്ങൾ ആരാണോ അത് മതി എന്ന ആഴമേറിയ വിശ്വാസത്തോടെ പറയുക. നിങ്ങൾ പൂർണ്ണനാണ്, നിങ്ങൾ ശക്തനാണ്, നിങ്ങൾ പ്രപഞ്ചവുമായി ഒന്നാണ്. പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചുവെക്കുന്നില്ല, അത് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. അത് നിങ്ങളുടെ യഥാർത്ഥ ശബ്ദത്തിനായി കാത്തിരിക്കുകയാണ്. ഏതു ദിവസം നിങ്ങൾ സംശയമില്ലാതെ, ഭയമില്ലാതെ, പൂർണ്ണ സത്യസന്ധതയോടെ നിങ്ങളുടെ ആഗ്രഹം അനുഭവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവോ അന്ന് എല്ലാം മാറും. ഒരു പക്ഷേ ഒരു നിമിഷം കൊണ്ടല്ലെങ്കിൽ പതുക്കെ, പക്ഷേ മാറുക തന്നെ ചെയ്യും. കാരണം പ്രപഞ്ചത്തിന്റെ നിയമം ഇതാണ്: യഥാ അന്തർ തഥാ ബാഹ്യ, ഉള്ളിലുള്ളതുപോലെ പുറത്തും. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം നൽകുക. നിങ്ങളുടെ ഇരുട്ടിൽ നിന്ന് ഓടിയൊളിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുക. അതിനെ കാണും, അംഗീകരിക്കും, വെളിച്ചമാക്കി മാറ്റും എന്ന് വാഗ്ദാനം ചെയ്യുക. നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക. കാരണം ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഫലമായി മാറുന്ന വിത്തുകളാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങളെ തന്നെ ചെറുതായി കാണില്ലെന്ന് വാഗ്ദാനം ചെയ്യുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ വിലപ്പെട്ട ഭാഗമാണ്. നിങ്ങളുടെ ഏറ്റവും ആഴമേറിയ ഭയം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഒരു വാക്കോ ഒരു വരിയോ ആകട്ടെ. നിങ്ങൾ അത് എഴുതുമ്പോൾ അതിന്റെ ശക്തി പകുതിയായി കുറയും. ഒരുപക്ഷെ നിങ്ങളുടെ കമന്റ് മറ്റൊരാൾക്കുകൂടി ധൈര്യം നൽകിയേക്കാം. നിങ്ങൾ തനിച്ചല്ല, പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നുണ്ട്, എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി ശരിയായ ഭാഷയിൽ സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഊഴമാണ്.